എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എനിക്ക് ആദ്യം തന്നെ ഒന്ന് പറയാനുണ്ട്, എൻ്റെ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വേണം കമൻറ്റ് പാസ് ചെയ്യാൻ, വിമർശിക്കാൻ, ചീത്ത വിളിക്കാൻ. എൻ്റെ വീഡിയോസ് ഏറ്റവും മൂല്യം കണ്ടിട്ട് വെറുതെ വന്നിരുന്നിട്ട് വർത്തമാനം പറഞ്ഞു പോകരുത്. ആദ്യം മുഴുവൻ കാണുക, അതിൽ ലോജിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയുക. അതിന് വേണ്ടിയിട്ട് എപ്പോഴും എൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ സായി കൃഷ്ണ, അതായത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, നമുക്ക് 2 വാക്ക് അതിനെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാം അല്ലേ. 2 വാക്കൊന്നുമല്ല, പറയുകയാണെങ്കിൽ ഒരു നല്ല 2-3-4 വാക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരന് കഴിഞ്ഞ ദിവസം നമ്മൾ രേണുസുതി പോയി കണ്ടു. തിരിച്ച് വരും വഴി ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ച് പുള്ളിക്കാരൻ പോയി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അത് പുറത്ത് വന്നു. നിങ്ങൾ കണ്ടു കാണും, കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. എൻ്റെ ചെറിയ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തേക്കാം. പുള്ളിക്കാരനകത്ത് പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, സായി ചേട്ടൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇന്റർവ്യൂവിന് കുറച്ച് മുമ്പ് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന് മാർക്കറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ചേട്ടൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ചേട്ടൻ പോയതിനു ശേഷമാണ് ഞാൻ രേണു ചേച്ചിനെ വിളിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു വരുന്നത്, പക്ഷെ സത്യമായിട്ട് എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഞാൻ ആ എമൗണ്ടിന്റെ കാര്യം ഒന്നും പറയണ്ട, സായിച്ചേട്ടനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നു. ഞാൻ ഇവിടെ ചൂട് പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ രേണുവിനെതിരെ പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞു, അതായത് ഞാനല്ല, പുള്ളിക്കാരൻ രേണുവിനെ സഹായം ചെയ്തു, പക്ഷെ അത് പുറത്ത് പറയാനോ യാതൊരു ക്രെഡിറ്റ് ഏറ്റെടുക്കാനും അതൊരു ഇതാക്കാനും താല്പര്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാടോ അത് അവിടെ വന്നിരുന്നു പറഞ്ഞു. ശരി, എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ആ ചാനലുകാർക്കില്ല. ഈ പുള്ളിക്കാരന് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വേണ്ടേ നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ? അതില്ല. അപ്പോൾ ഇതൊക്കെ ഒരു തരം കളി, അത്ര തന്നെ. അതും കഴിഞ്ഞ് പോട്ടെ, അവിടെയും നിന്നില്ല. ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസ് ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം നമ്മുടെ ആങ്കർ എന്താ ചെയ്തത്? നേരെ രേണുവിനെ വിളിച്ചത് കൺഫേം ചെയ്യുകയാണ്. വന്നു, പൈസ തന്നു, അല്ലേ, ആഹാ ഹി ഹി. അതേ പുള്ളിക്കാരെ വീടെന്ന് പറയാം, വന്നു, നല്ലൊരു എമൗണ്ട്, അതെനിക്ക് പറയാൻ പറ്റില്ല, നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നു. ഞാൻ അപ്പം തന്നെ AC ബുക്ക് ചെയ്തു, അതിപ്പോൾ വരും, വെക്കും, എൻ്റെ ദേഹത്തെ ചൂട് പോകും. അത് ശരിയാണ്, കീമൊക്കെ എടുക്കുമ്പോൾ ശരീരം ഒരുമാതിരി തിളച്ച വെള്ളത്തിൻ്റെ അവസ്ഥ, അത്രയും ചൂടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി സായി സഹായിച്ചു, നല്ല കാര്യം. സായിയുടെ പൈസ കൊണ്ട് സഹായിച്ചു. അത് പുറത്ത് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരനത് പുറത്ത് ഇറക്കി, അത് ക്രെഡിറ്റ് വാങ്ങിച്ചു. രേണുസുതിയും പറഞ്ഞു. പക്ഷെ ഇത് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഈ ആങ്കർ അല്ലെങ്കിൽ ഈ ചാനലുകാർ ഇത് കട്ട് ചെയ്ത് കളയാതെ പുറത്ത് കൊണ്ടുവന്നു? അപ്പോൾ അവിടെ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ആ പാട്ടോടെ മാറ്റി വയ്ക്കും. ഇനി പുള്ളിക്കാരൻ പറയുകയാണ്, ഇതൊന്നും എനിക്കറിയില്ലപ്പാ, ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അതുകൊണ്ട് നമുക്ക് ആ പാട്ടോടെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തൊരു കാര്യം, ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെതിരെയല്ല അവർ ചെയ്ത സിറ്റുവേഷൻ. 48ഓളം വീഡിയോകളിൽ ഞാൻ രേണുസുതിയെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇനി അങ്ങോട്ടേക്ക് സായി എന്ത് ചെയ്യാൻ പോകണം? താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെള്ളം പൂശാൻ പോവുകയാണ്. എങ്ങനെ? ഞാൻ പറഞ്ഞത് രേണു എന്ന ഹ്യൂമൻ ബീങ്ങിനെ പറ്റിയിട്ടല്ല, അതിൻ്റെ സാഹചര്യത്തിനെ പറ്റിയിട്ടാണ്. വലുത് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ശരി, നമ്മുടെ ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നത് നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ, 1 കൊല്ലം കഴിഞ്ഞല്ലോ. അപ്പം അതിൽ കുറച്ച് ആൾക്കാരെ പിടിച്ചു. അപ്പം സായിയുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അവരെ വെറുതെ വിടണം, എന്നിട്ട് അവരുടെ സാഹചര്യത്തിന് വേണം പിടിക്കാൻ. കാരണം അവരുടെ സാഹചര്യമാണല്ലോ അവരെയും കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെയൊക്കെ എന്താ പറയുക, തൊക്കിൻ്റെ മുൻമുലയിൽ നിർത്തി അവരെ വെടിവെച്ച് കൊല്ലാനൊക്കെ അവർക്കുണ്ടായ ആ സാഹചര്യം. അപ്പം അവരല്ല തെറ്റുകാർ, അവരുടെ സാഹചര്യമാണ്. അപ്പോൾ അവരുടെ സാഹചര്യത്തിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വിലങ്ങിട്ട് പിടിക്കാൻ, കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലണം, അവരെ വെറുതെ വിട്ടേക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൗമ്യ, ഓർമ്മ ഉണ്ടാവില്ലേ? ആ പുള്ളിക്കാരെ പേര് പോലും എനിക്ക് പറയാൻ തോന്നില്ല, അത്ര നികൃഷ്ട ജീവി. ഏത് നമ്മുടെ ട്രെയിനിൽ വെച്ചിട്ട് അതും ആ പുള്ളിക്കാരനെ വെറുതെ വിടണം. പുള്ളിക്കാരുടെ സാഹചര്യത്തിനെ വേണം പിടിച്ച് ജയിലിടാൻ, തൂക്കുകയർ കൊടുക്കാനും ഒക്കെ. അപ്പോൾ തൂക്കുകയർ വീണതൊക്കെ ആ പുള്ളിക്കാരനല്ല, ആ ചാമിയല്ല, ആ സാഹചര്യത്തെ വേണം. അടുത്തത്, നാളെ ഞാനും പോയി, എനിക്ക് ദേഷ്യമുള്ള 2-3 വ്യക്തികളുണ്ട്, ഞാൻ പോയി കഴുത്തറത്തങ്ങ് കൊല്ലും. എൻ്റെ സാഹചര്യത്തിനെ വേണം അറസ്റ്റ് ചെയ്യാൻ, എന്നെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഞാനല്ല തെറ്റുകാരൻ, എൻ്റെ സാഹചര്യമാണ്. ഇതൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചത് ആര്? സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള പേരൊക്കെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. വെളിപ്പീരേജനെന്നാക്കണം, അല്ല പിന്നെ പുല്ല്. കോമൺ സെൻസ് വേണ്ടപ്പോൾ ഈ പറയുന്നതിനൊക്കെ അഡ്മിറ്റ് ചെയ്യ്. ഞാൻ വിമർശിച്ചിട്ടുണ്ട്, കാരണം ആ സമയത്ത് രേണു ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ വിമർശിച്ചു. ഇന്ന് അസുഖം ബാധിച്ച് രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ എനിക്ക് വിമർശിക്കാൻ തോന്നുന്നില്ല.
ഇപ്പോൾ എനിക്ക് അവൾക്കൊരു സപ്പോർട്ടാവാനും ആ കാര്യങ്ങൾ അന്വേഷിക്കുവാനാണ് തോന്നുന്നത്. ആസ് എ ഹ്യൂമൻ ബീങ് ഹൃദയമുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥവും മര്യാദയും മാന്യതയുമൊക്കെ ഉണ്ടെന്നേ. ഒരുമാതിരി പറഞ്ഞു പിടിച്ച് എന്തായാലും എൻ്റെ വായിൽ നിന്ന് കുറേ വാക്കുകൾ വീണും പോയി. ഇനി അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ലോകം മൊത്തം കണ്ടതല്ലേ. അപ്പോൾ പിന്നെ അതിങ്ങനെ കോട്ടടിച്ച് വിടുക. നമ്മുടെ വീട്ടിലെ ചുമരുകൾക്ക് ഒരഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ തുടച്ചുകളയാൻ നോക്കും, പറ്റിയില്ലെങ്കിൽ വെള്ളം പൂശും. അത്ര തന്നെ. അതാർക്കാണ് മനസ്സിലാവാത്തത്? ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോൾ അടുത്തത് രേണു ചേച്ചിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം ഇത്രയും നാൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പുള്ളിക്കാരി രോഗാവസ്ഥയിലാണ്. കാരണം 2 മാസം മുമ്പ് ചെയ്ത എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ദൈവം തമ്പുരാനൊന്ന് തട്ടിക്കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പണ്ടാണെങ്കിൽ 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പാവം പിടിച്ചത് അസുഖക്കാരിയായി. അപ്പം പോട്ടെ, എന്തിനാ വെറുതെ ഇനി പുള്ളിക്കാരെ ഉപദ്രവിക്കണ്ടല്ലോ. നമ്മൾ പറഞ്ഞ് മോശമല്ലേ അതൊക്കെ. ഒരാൾ രോഗാവസ്ഥ കിടക്കുമ്പോൾ പറയാൻ പാടില്ലല്ലോ. ആ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരി പലരും പലതരത്തിലുള്ള വീഡിയോസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാനത് വേണ്ട. നമ്മൾ പ്രത്യേകിച്ച് എനിക്കറിയാം, ഒരു ആൾ കീമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആളുടെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നല്ലതുപോലെ ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അടുത്ത വീഡിയോ. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ വിവാദമാക്കാൻ പറഞ്ഞല്ല അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കും. എൻ്റെ ഹൃദപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. ഞാനൊരു എന്തിനെക്കുറിച്ച്? കിച്ചുവിനെ കുറിച്ചിട്ട്. 11 വയസ്സ് ഉള്ള പ്രായമുള്ള ചെറുക്കനെ ഞാനൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പോറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മയാവാൻ എല്ലാവർക്കും എളുപ്പമാണ്, പ്രസവിക്കാം. പക്ഷേ ആ മകൻ അമ്മയായി അല്ലെങ്കിൽ ആ മകൾക്ക് അമ്മയായി മാറുന്നത് റെസ്പോൺസിബിലിറ്റി എടുത്ത ശേഷമാണ്. ആ കുഞ്ഞിനെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പോറ്റി എല്ലാം അതിനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊണ്ടുവന്ന് എത്തിക്കണം. 11 വയസ്സുള്ള ചെറുക്കനെ പോറ്റാൻ വലിയ പാടൊന്നുമില്ല. പിന്നെ ആ ചെറുക്കൻ തന്നെ വന്ന് പറയുന്നുണ്ട് തന്നോട് തൻ്റെ അമ്മയും അച്ഛനും വന്നവരും പോയവരൊക്കെ കാണിച്ചു തന്നാൽ. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തായാലും രേണു നിങ്ങൾ പോറ്റിയതാണ് അല്ലേ? അങ്ങനെ ഒരു പോറ്റിയ അമ്മയാണെങ്കിൽ അതുപോലെ പറയുന്നുണ്ട് എനിക്കിതിപ്പോൾ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല, വിവാദമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ചാനലിൽ വന്ന് വിവാദമാക്കാനല്ല പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഞാൻ ചാനലിൽ വന്ന് പറയുന്നത്? അല്ല ഞാൻ തന്നെ ഇത്രയും വലിയൊരു ഇൻട്രൊഡക്ഷനെ കൊടുത്ത് പറയേണ്ട കാര്യം എന്താണ്? ഞാൻ നോക്കിയിട്ട് എൻ്റെ ആവശ്യമൊന്നും കാണുന്നില്ല. അപ്പം ഇത് കരുതിക്കൂട്ടിയുള്ള പരിപാടിയാണ്. ഞാനിവിടെ വയ്യാതെ കിടക്കുകയാണ്, അവനവിടെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നു, കൊളാബ് ചെയ്യുന്നു, അവൻ രക്ഷപ്പെടുന്നു. അതൊന്ന് തട്ടിക്കളഞ്ഞേക്കാന്നുള്ള ഒരു വലിയ വിചാരത്തോടു കൂടിയാണോ അത് ചെയ്തത്? എനിക്ക് ഏകദേശം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ആ കൊച്ചിനോട് സ്നേഹമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവൻ വിളിക്കാത്തതിൽ വിഷമം ഉണ്ടെങ്കിൽ സ്വയം ചിന്തിച്ചാൽ മതി. ആരെയും വഹവയ്ക്കാൻ നടന്നൊരു സമയത്ത് ആ കൊച്ചിനോട് ഞാൻ, അതായത് സുധിച്ചേട്ടൻ മരിച്ച ശേഷം തൻ്റെ ഓരോ ഉയർച്ചയിൽ താൻ എങ്ങനെയാണ് പെരുമാറിയത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ആ പെരുമാറ്റത്തിൽ ആ കൊച്ചിന് വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഓരോ സമയത്ത് നാട്ടുകാരുൾപ്പെടെ ആ കൊച്ചിൻ്റെ തന്തയ്ക്ക് ചീത്ത വിളിച്ചിട്ടുണ്ടോ? മരിച്ചുപോയി സുധിയെ വല്ലതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ അന്നേരം എന്തായിരുന്നു സ്വയം ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ ഒരു അസുഖം വന്നപ്പോൾ തൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്നറിയാം. അപ്പോൾ ആ സമയങ്ങളിൽ ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താ ചിന്തിച്ച് നോക്ക്. എന്നിട്ട് ആ കൊച്ചിനൊന്ന് വിളിച്ചാൽ പോരെ, മോനെ കിച്ചു നീ എന്താ അമ്മയൊന്ന് വിളിക്കാഞ്ഞത്? നീ അമ്മയുടെ അടുത്ത് എന്താ ഒന്ന് വന്ന് കാണാഞ്ഞത്? എല്ലാം ക്ഷമിക്കടാ, പൊറുക്ക്. ഇപ്പോൾ അമ്മയ്ക്ക് നീ ഹൃദപ്പൻ, നിങ്ങൾ 2 മക്കളല്ലേ ഉള്ളൂ, നിങ്ങളല്ലേ എനിക്ക് വേണ്ടത്, അമ്മയുടെ അടുത്ത് വരില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് തീരുന്നുള്ളൂ. എത്ര വലിയ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും, എത്ര 4 കൊമ്പുള്ള മനുഷ്യനെന്ന് പറഞ്ഞാലും ഒരു വാക്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. ഉറപ്പായിട്ടും അവരെത്തും. ഉറപ്പായിട്ട് ആ ചെക്കൻ എത്തും. ഇനി ആ ചെക്കൻ എത്താൻ ടൈം എടുക്കും. കാരണം അവന് മനസ്സുകൊണ്ട് ഇതെല്ലാം ആയി, ശരി ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അവൻ സ്വയം ബോധ്യപ്പെടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവൻ ഉറപ്പായിട്ട് രേണുവിൻ്റെ അടുത്ത് എത്തും, അന്വേഷിക്കും, എല്ലാമാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യായിരുന്നു വേണ്ടത് രേണു. പകരം ആ ചെറുക്കനെ വീണ്ടും കുത്തി നോവിക്കുകയല്ലായിരുന്നു വേണ്ടത്. ഇപ്പോൾ രേണു ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവനെ എടുത്ത് പോകും കരയ്ക്കിടും. ആ ചെറുക്കൻ ഓൾറെഡി നീ കാണിച്ച് കൂട്ടിയ എന്താ പറയുക ഓരോരോ തോന്നിയ മാസങ്ങൾക്ക് മറ്റുള്ളവർ നിൻ്റെ അമ്മ എന്തോടെ ഇങ്ങനെ, നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, നിൻ്റെ അമ്മ എന്തോടെ ഈ രീതിയിൽ എന്ന് ചോദിച്ചാൽ ചെറുക്കൻ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. മാനസികമായി ചെറുക്കൻ ഒരുപാട് തളർന്നു പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ റിക്കവറായി വന്ന ചെറുക്കനാണ് വീണ്ടും അടിച്ച് താഴെ ഇടുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ താനും കൂടെ ഒന്ന് വിളിക്കുക. താൻ അമ്മയില്ലേ? അമ്മമാർക്ക് എന്തോന്ന് ഈഗോ? അമ്മമാർക്കൊരു ഈഗോ ഇല്ല, അമ്മമാർക്കൊന്നുമില്ല. അമ്മമാർക്ക് എന്താ ഉള്ളത്? സ്വന്തം മക്കളോട് സ്നേഹം അല്ലാതെ വേറെന്താ ഉള്ളത്? ഏതമ്മയാണ് തന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുന്നത്?
അല്ലെങ്കിൽ എത്രയോ അമ്മമാരുണ്ട് സ്വന്തം മക്കളെ തല്ലി വാങ്ങിക്കുന്നവർ, അടിച്ച് പുറത്താക്കി വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കിയവർ. അവരാരെങ്കിലും വന്ന് സോഷ്യൽ മീഡിയ സ്വന്തം മക്കളെ നാണം കെടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തൊക്കെ വന്നു ശരി, എൻ്റെ മകൻ എൻ്റെ മകൾ അല്ലെങ്കിൽ മറ്റുള്ള മുന്നിൽ നാണം കെടാൻ പാടില്ല, തല കുനിക്കാൻ പാടില്ല. അതാണ് അവരുടെ ഓരോരുത്തരും ചിന്ത. അപ്പോൾ താൻ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ രോഗാവസ്ഥയെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ വെറുതെ എന്താ എൻ്റെ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന റബ്രാൻഡ് കണക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിച്ചു, ഇതൊക്കെ ശരിയാണോ? അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം. ബൈ.